നമ്മൾ ജീവിതത്തിൽ എത്ര ശീലങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശീലങ്ങളൊക്കെ നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ തീരുമാനിച്ച പല ശീലങ്ങളും നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളത്. ആ ശീലങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര മാറ്റങ്ങൾ ഉണ്ടായേനെ. ഒരു പുതിയ ശീലം തുടങ്ങാനും അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാലോ. അതാണ് ഹാബിറ്റ് സ്റ്റാക്ക്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ശീലങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതായിരിക്കാം, വെള്ളം കുടിക്കുന്നതായിരിക്കാം, കുളിക്കുന്നതായിരിക്കാം, പല്ല് തേക്കുന്നതായിരിക്കാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ ശീലത്തിൻ്റെ കൂടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ശീലത്തിനെ ആഡ് ചെയ്യുന്നതിനെയാണ് സിമ്പിളായിട്ട് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു ശീലം തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്യാത്തത് പലപ്പോഴും നമുക്കത് ചെയ്യാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, അത് നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. അവിടെയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്നുള്ള ഈ ഒരു ഫോർമുല വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന് പാറ്റേൺസ് വലിയ ഇഷ്ടമാണ്. നമ്മളിവിടെ ഹാബിറ്റ് സ്റ്റാക്കിംഗ് വഴി പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പഴയ ശീലത്തിന് ശേഷം പുതിയ ശീലം എന്നുള്ള പാറ്റേൺ. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യും എന്നതിന് പകരം ഞാൻ എല്ലാ ദിവസവും രാവിലെ പല്ല് തേച്ചതിന് ശേഷം അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ഇത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് സ്റ്റാക്കിംഗ് ഫോർമുലയാണ്. ഇവിടെ പല്ല് തേക്കുക എന്നുള്ള ഒരു പഴയ ശീലമുണ്ട്, വർക്കൗട്ട് ചെയ്യുക എന്നുള്ള ഒരു പുതിയ ശീലമുണ്ട്. പുതിയ ശീലം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മളെ മെമ്മറിയെ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ മോട്ടിവേഷനെ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ വിൽ പവറിനെ ഉപയോഗിക്കുന്നില്ല. പഴയ ശീലത്തിനെ ഒരു ലോഞ്ചിങ് പാഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് സയൻറ്റിഫിക് സ്റ്റഡീസും ഈ ഒരു ഹാബിറ്റ് സ്റ്റാക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാബിറ്റ് സ്റ്റാക്കിംഗ് വഴി ഒരു ശീലം തുടങ്ങുന്ന വ്യക്തി റാൻഡമായിട്ട് ഒരു ശീലം തുടങ്ങുന്ന വ്യക്തിയെ അപേക്ഷിച്ചിട്ട് 67% ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ചലഞ്ച് ഇതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലം കണ്ടെത്തുക, അതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ശീലം ആഡ് ചെയ്യുക. ഫോർമുല മറക്കണ്ട. ആഫ്റ്റർ കറണ്ട് ഹാബിറ്റ് ഐ വിൽ ഡു ന്യൂ ഹാബിറ്റ്. താങ്ക് യു.